കണ്ടുകണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്ന് വരുത്തുന്നതും ഭവാൻ. 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ. മാളികാമുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പു കേറ്റുന്നതും ഭവാൻ. മലയാളത്തിന്റെ ഭഗവത്ഗീത എന്നറിയപ്പെടുന്ന ജ്ഞാനപ്പാനയിലെ ഈ വരികൾ കേൾക്കാത്ത മലയാളികൾ ഉണ്ടോ എന്ന സംശയമാണ്. ഗുരുവായൂരപ്പന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തനായിരുന്ന പൂന്താനത്തിന്റെ വരികൾ. കൃഷ്ണചിന്ത തുളുമ്പുന്ന ഗീതങ്ങളും ഭക്ത്യധിഷ്ഠിത തത്വചിന്ത പ്രകാശിപ്പിക്കുന്ന കാവ്യങ്ങളും കൊണ്ട് മലയാളികളെ പ്രചോദിപ്പിച്ച കവി പൂന്താനം. കുംഭമാസത്തിലെ അശ്വതി നക്ഷത്രം. അന്നാണ് ഗുരുവായൂരപ്പന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തനായിരുന്ന പൂന്താനം ജനിച്ചത്. അദ്ദേഹം തന്നെ ജ്ഞാനപ്പാനയിൽ ഇത് വിവരിച്ചിട്ടുണ്ട്. അന്നേ ദിവസം ഗുരുവായൂർ ക്ഷേത്ര ദേവസ്വവും ഗുരുവായൂരപ്പന്റെ ഭക്തരും പൂന്താന ദിനമായി ആചരിച്ചു വരുന്നു. ഈ ദിവസം ജ്ഞാനപ്പാന പുരസ്കാര വിതരണം, കുട്ടികൾക്കായി ജ്ഞാനപ്പാന ആലാപന മത്സരം, സാംസ്കാരികോത്സവം എന്നിവ നടത്തിവരുന്നു. ഇന്നത്തെ മലപ്പുറം ജില്ലയിൽ തന്നെയുള്ള പെരിന്തൽമണ്ണയ്ക്കടുത്ത് കീഴാറ്റൂരിൽ പൂന്താനമില്ലത്ത് 1547 പൂന്താനം നമ്പൂതിരി ജനിച്ചതെന്ന് കണക്കാക്കുന്നു. അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം എന്താണെന്ന് ചരിത്രത്തിൽ എവിടെയും രേഖപ്പെടുത്തി കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഇല്ലപ്പേരായ പൂന്താനം എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. AD 1547 1640 മധ്യേ വള്ളുവനാട്ടിൽ ജീവിച്ചിരുന്ന പൂന്താനം ഗുരുവായൂരപ്പന്റെ പരമഭക്തനായിരുന്നു. കൃഷ്ണന് കുചേലൻ എങ്ങനെയോ അതുപോലെയാണ് ഗുരുവായൂരപ്പന് പൂന്താനം എന്നാണ് ഭക്തരുടെ വിശ്വാസം. യഥാർത്ഥത്തിൽ ഗുരുവായൂരിലെ മഹാവിഷ്ണു പ്രതിഷ്ഠയെ ഇന്ന് നമ്മുടെ എല്ലാം മനസ്സിലുള്ള കൃഷ്ണനാക്കി ഉണ്ണിക്കണ്ണനാക്കി മാറ്റുന്നതിൽ വലിയ പങ്കു വഹിച്ചിട്ടുള്ള ആളാണ് പൂന്താനം തിരുമേനിയെന്ന് നമുക്ക് പറയാം. സംസ്കൃതത്തിൽ വലിയ പാണ്ഡിത്യമൊന്നുമില്ലാതിരുന്ന പൂന്താനം നമ്പൂതിരി മലയാളത്തിലാണ് കവിതകൾ രചിച്ചിരുന്നത്. തന്മൂലം സംസ്കൃത പണ്ഡിതന്മാർ അദ്ദേഹത്തെ ഒരുപാട് പരിഹസിച്ചിട്ടുണ്ട്. മലയാളത്തിലെ ഭഗവത്ഗീത എന്നറിയപ്പെടുന്ന ജ്ഞാനപ്പാനയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രസിദ്ധമായ കൃതി. ഈ കൃതി എഴുതാൻ കാരണമായ ഒരു സംഭവമുണ്ട്. അത് ഇങ്ങനെ. വിവാഹം കഴിഞ്ഞ് ഏറെക്കാലം പൂന്താനത്തിന് മക്കളില്ലായിരുന്നു. സന്താനഭാഗ്യമില്ലാതെ വിഷമിച്ചിരുന്ന പൂന്താനം അതിനായി സന്താന ഗോപാലം പാന എന്ന കൃതി രചിച്ചു. അതിനെ തുടർന്ന് ദീർഘകാലത്തെ പ്രാർത്ഥനയുടെ ഫലമായി അദ്ദേഹത്തിന് ഒരു ഉണ്ണി പിറന്നു. പൂന്താനത്തിനും പത്നിക്കും ഒരുപാട് സന്തോഷമായി. അങ്ങനെയിരിക്കെ കുഞ്ഞിന്റെ അന്നപ്രാശ ദിനം അഥവാ ആദ്യമായി ചോറ് കൊടുക്കുന്ന ദിവസം വന്നെത്തി. അന്ന് രാവിലെ തന്നെ പൂന്താനത്തിന്റെ പത്നി കുഞ്ഞിനെ കുളിപ്പിച്ച് ഒരുക്കി മുറിയിലെ ഒരു മൂലയിൽ പായ് വിരിച്ച് കിടത്തി ഉറക്കിയിരുന്നു. രാവിലെ മുതൽ ചടങ്ങിന്റെ തിരക്കുകളുമായി. ചടങ്ങിന് ബന്ധുക്കളെയും ക്ഷണിച്ചിരുന്നു. അവരെ സ്വീകരിക്കുന്ന തിരക്കിൽ പൂന്താനം വ്യാപൃതനായി. അവർക്കുള്ള ഭക്ഷണവും മറ്റും ഒരുക്കുന്ന തിരക്കിൽ പത്നിയും. കുറച്ചു കഴിഞ്ഞപ്പോൾ കുഞ്ഞ് പുതപ്പിച്ചിരുന്ന തുണിയെടുത്ത് തന്റെ മുഖത്തേക്ക് വലിച്ചിട്ടു. അന്നെല്ലാം മുറികളിൽ അരണ്ട വെളിച്ചമേ ഉണ്ടായിരുന്നുള്ളൂ. അതിഥികൾ പലരും കുഞ്ഞിനെ ഉറക്കി കിടത്തിയിരുന്ന മുറിക്കുള്ളിലെത്തി തങ്ങളുടെ മുഷിഞ്ഞ വസ്ത്രങ്ങൾ മാറ്റി പുതുവസ്ത്രമണിഞ്ഞ് ചടങ്ങിനായി ഒരുങ്ങി. അവർ പഴയ വസ്ത്രങ്ങൾ മുറിയുടെ മൂലയിലേക്ക് അലക്ഷ്യമായി എറിഞ്ഞു. അവിടെ കുഞ്ഞു കിടന്നുറങ്ങുന്ന കാര്യം അവർ അറിഞ്ഞിരുന്നില്ല. പുറകെ വന്നവരെല്ലാം വിഴുപ്പു തുണികൾ ഒന്നിനുമീതെ ഒന്നായി നിക്ഷേപിച്ചുകൊണ്ടിരുന്നു. കുറച്ചു സമയത്തിനകം അവിടെ ഒരു തുണിക്കൂമ്പാരം തന്നെ പ്രത്യക്ഷപ്പെട്ടു. അതിനിടയിൽപ്പെട്ട് ഒന്നും മിണ്ടാതെ ശ്വാസം മുട്ടി കുഞ്ഞ് മരിച്ചുപോയി. അന്നപ്രാശ മുഹൂർത്തം സമാഗതമായപ്പോഴാണ് അന്തർജനം കുഞ്ഞിനെ എടുക്കാനായി മുറിയിലേക്ക് ചെന്നത്. അവിടെ ചെന്നപ്പോൾ അവർ കണ്ടത് താൻ കുഞ്ഞിനെ കിടത്തി ഉറക്കിയ സ്ഥലത്ത് ഒരു തുണിക്കൂമ്പാരമാണ്. അവർ ഓടിച്ചെന്ന് ആ തുണിക്കൂമ്പാരമെല്ലാം തട്ടിമാറ്റി. നിശ്ചലനായി കിടക്കുന്ന തങ്ങളുടെ കുഞ്ഞിനെ കണ്ട് ആ അമ്മ വാവിട്ടു കരഞ്ഞ് ബോധശൂന്യയായി നിലത്തു വീണു.
ഒരുപാട് നാളത്തെ പ്രാർത്ഥനയുടെ ഫലമായുണ്ടായ പൊന്നുണ്ണിയുടെ വിയോഗം അവർക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. കൊട്ടും കുരവയുമായി തൻ്റെ കുഞ്ഞിനെ പ്രതീക്ഷിച്ചിരുന്ന പൂന്താനത്തിൻ്റെ മടിയിലേക്ക് ആ കുഞ്ഞിൻ്റെ മൃതശരീരമാണ് എത്തിച്ചേർന്നത്. തൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന വേദനാജനകവും അസഹനീയവുമായ കാര്യങ്ങൾക്ക് ഈശ്വരനെയോ മറ്റു വ്യക്തികളെയോ ഒന്നും പഴിചാരാതെ ഇതെല്ലാം തൻ്റെ കർമ്മഫലങ്ങളാണെന്നും തൻ്റെ കർമ്മങ്ങളാണ് തൻ്റെ അനുഭവങ്ങളായി വരുന്നതെന്ന ആ അറിവിൽ, ആ ജ്ഞാനത്തിൽ പൂന്താനം ഒരു വിരക്തിയോടെ അനക്കമില്ലാതെയിരുന്നു. ആറ്റുനോറ്റുണ്ടായ ഓമനപുത്രന്റെ ആകസ്മിക വിയോഗം പ്രാപഞ്ചികനായ ഒരു കവിയിലുണ്ടാക്കിയ അദമ്യ ദുഃഖത്തിൽ നിന്നും ഉണ്ടായതാണ് ജ്ഞാനപ്പാന. ജ്ഞാനപ്പാന തുടങ്ങുന്നത് തന്നെ കൃഷ്ണനാമങ്ങൾ ഉച്ചരിച്ചുകൊണ്ടാണ്. ഒന്നാലോചിച്ചു നോക്കൂ, സാധാരണക്കാരനായ ഒരു മനുഷ്യന് സാധിക്കുന്ന ഒരു കാര്യമാണോ ഇതെന്ന്? കാരണം അല്പം മുമ്പ് നമ്മൾ പറഞ്ഞതേയുള്ളൂ, ഒരുപാട് നാളത്തെ പ്രാർത്ഥനയുടെ ഫലമായി ഭഗവാന്റെ അനുഗ്രഹത്താൽ അവർക്കുണ്ടായ ഉണ്ണി, അവരുടെ ജീവിതത്തിലെ ഏറ്റവും ആനന്ദകരമായ നാളുകൾ. അവർ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചു വരുന്ന ആ വേളയിൽ ആ ഉണ്ണിയെ ഒന്ന് കണ്ടു കൊതി തീരും മുമ്പേ അവരിൽ നിന്നും പറിച്ചെടുത്തു കൊണ്ടുപോയി തങ്ങളുടെ എല്ലാ ആനന്ദത്തെയും സന്തോഷത്തെയും ഭഗവാൻ ഊതിക്കെടുത്തിയെന്ന് പൂന്താനത്തിന് വേണമെങ്കിൽ വിചാരിക്കാമായിരുന്നു. എന്നാൽ പൂന്താനം തൻ്റെ ഭക്തിയിൽ നിശ്ചലനായി അനക്കമില്ലാതെ ഉറച്ചു നിന്നു. മരിച്ചുപോയ തൻ്റെ ഉണ്ണിക്കു പകരം ഭഗവാനെ തന്നെ തൻ്റെ ഉണ്ണിയായി കണ്ടുകൊണ്ട് പൂന്താനം തൻ്റെ തുടർന്നുള്ള ജീവിതം ജീവിക്കുവാൻ തുടങ്ങി. അതുകൊണ്ടാണത്രേ അദ്ദേഹം ജ്ഞാനപ്പാനയിൽ ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ പിന്നെ വേണമോ മക്കളായി എന്ന വരികൾ കുറിച്ചത് എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഭഗവത് ഭക്തിയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ വരികൾ. അനുവാചക ഹൃദയങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങിയ ഒരു ദാർശനിക കാവ്യം എന്ന നിലയിൽ പ്രസിദ്ധമായ കൃതിയാണ് ജ്ഞാനപ്പാന. ഭക്തിയെയും ജ്ഞാനത്തെയും കർമ്മപാശം കൊണ്ട് ബന്ധിപ്പിച്ച് ശക്തമായ രീതിയിൽ അനുവാചക ഹൃദയത്തിലേക്ക് കവി തന്റെ സന്ദേശം സന്നിവേശിപ്പിക്കുന്നു. ലളിതമായ ശൈലിയിലൂടെ ഭാരതീയ ജീവിത ചിന്ത കുറിക്കുകൊള്ളുന്ന രീതിയിൽ ആവിഷ്കരിക്കുന്നു എന്നതാണ് ഈ കൃതിയുടെ മേന്മ. ഐഹികങ്ങളായ ഭ്രമങ്ങളുടെ അർത്ഥശൂന്യതയും ഭഗവത് സ്മരണത്തിന്റെ പ്രാധാന്യവുമാണ് ഇതിൽ കവി പ്രധാന വിഷയമാക്കിയിരിക്കുന്നത്. അതിലന്തർഹിതമായിരിക്കുന്ന ജീവിത വിമർശനം ഇന്നത്തെ വായനക്കാരുടെ മനസ്സിലും പ്രതിധ്വനിക്കാൻ പോന്നവയാണ്. കണ്ടുകണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നു വരുത്തുന്നതും ഭവാൻ, 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ, മാളിക മുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പു കേട്ടുന്നതും ഭവാൻ, എണ്ണി എണ്ണി കുറയുന്നിതായുസ്സും മണ്ടി മണ്ടി കരേറുന്നു മോഹവും, കൂടിയല്ല പിറക്കുന്ന നേരത്തും കൂടിയല്ല മരിക്കുന്ന നേരത്തും മധ്യ ഇങ്ങനെ കാണുന്ന നേരത്തു മത്സരിക്കുന്നതെന്തിനു നാം വൃത. ജ്ഞാനപ്പാനയിലെ ഈ വരികളെല്ലാം വേദാന്ത ചിന്തയുടെയും സാമൂഹ്യ വിമർശനത്തിന്റെയും ഉദാഹരണങ്ങളാകുമ്പോൾ ആദ്യ ഭാഗവും അവസാന ഭാഗവും തികഞ്ഞ ഭക്തിയുടെ പ്രതീകങ്ങളായി മാറുകയാണ്. കലികാലത്ത് ഭക്തർക്ക് മോക്ഷത്തിനുള്ള ഏക ഉപാധി നാമജപമാണെന്ന് പൂന്താനം ഇതിലൂടെ സ്ഥാപിക്കുന്നു. തൃശൂരിൽ തേക്കിൻകാട് മൈതാനത്ത് ആർട്ട് ഓഫ് ലിവിംഗ് സംഘാടകർ 2014 ഫെബ്രുവരി 2 സംഘടിപ്പിച്ച 46,660 പേർ പങ്കെടുത്ത സമൂഹ ജ്ഞാനപ്പാന പാരായണം ലോകത്തെ ആദ്യത്തെ ബൃഹത്തായ ഗ്രന്ഥപാരായണം എന്ന നിലയിൽ ഗിന്നസ് ബുക്കിൽ ലോക റെക്കോർഡായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. വാർദ്ധക്യത്തിൽ വസൂരി രോഗം വന്ന് തളർന്നുപോയ പൂന്താനം അത് ഭേദമാകാൻ തന്റെ നാട്ടിലുള്ള തിരുമാനാംകുന്നിൽ അമ്മയെ സ്തുതിച്ച് രചിച്ച ഘനസംഘം എന്ന സ്തോത്രവും വളരെ പ്രസിദ്ധമാണ്. 1964 പുറത്തിറങ്ങിയ ഓമനക്കുട്ടൻ എന്ന ചിത്രത്തിൽ ഉപയോഗിച്ച കണി കാണും നേരം രചിച്ചതും അദ്ദേഹമാണ്. നരനായി ഇങ്ങനെ ജനിച്ചു ഭൂമിയിൽ എന്ന അതിപ്രസിദ്ധമായ ശിവസ്തുതിയും അദ്ദേഹത്തിൻ്റെതാണ്. ഇവ കൂടാതെ വേറെയും കൃതികൾ രചിച്ച അദ്ദേഹം ഗുരുവായൂരപ്പനെ കുറിച്ചുള്ള ഐതിഹ്യ കഥകളിലെ സ്ഥിരം സാന്നിധ്യമാണ്. 93 വയസ്സിൽ അദ്ദേഹം ഉടലോടെ വൈകുണ്ഠലോകം പൂകിയെന്നാണ് പറയപ്പെടുന്നത്.